ചാലക്കുടി അതിരപ്പള്ളി വനമേഖലയിലെ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന കാലടി പ്ലാന്റേഷന്റെ ബി ഡിവിഷനിലുണ്ട്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആനയുടെ പുതിയ ദൃശ്യങ്ങളാണ് 24-ന് കിട്ടിയത്. അല്പസമയത്തിനകം ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ കോടനാട് അഭയാരണ്യത്തിൽ എത്തി ആനക്കൂടിൻ്റെ പരിശോധന നടത്തുമെന്ന് അറിയുന്നു. കാര്യം ഈ ആനയെ വീണ്ടും ചികിത്സയ്ക്ക് വിധേയമാക്കാനുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി അതിരപ്പള്ളിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സൂരജ് സജി തത്സമയം ചേരുകയാണ്. കാരണം ഇത് വനംവകുപ്പ് പലപ്പോഴും ഈ ആനയെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഈ ആന നമ്മുടെ ക്യാമറയിലേക്ക് വന്ന് കയറുന്നു എന്നുള്ള ചരിത്രം പിന്നെ ആവർത്തിച്ചു എന്നാണ് സൂരജ് സജി ഇന്നലെ പറഞ്ഞത്. സൂരജ് പറയൂ, ഗുഡ് മോർണിംഗ്. എസ്കെൻ, ആ ചരിത്രം ഇന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. ആനയുടെ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ്. അതായത് ആന ഇന്നിപ്പോൾ എവിടെയായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് രാവിലെ മുതൽ തന്നെ വനംവകുപ്പിന്റെ സംഘം ട്രേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അതിനിടയിലാണ് കാലടി പ്ലാന്റേഷന്റെ ബ്ലോക്ക് ഡിയിൽ ഇപ്പോൾ ആനയെ കണ്ടെത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ നിന്ന് ആന ഇപ്പോൾ ഈ റോട്ടിലേക്ക്, അതായത് ഇതിന് മുകളിലേക്ക് ഒരു റോഡാണ്, അതിനപ്പുറം കാടാണ്, ആ കാട്ടിലേക്ക് ആന ഉൾവലിയുകയാണ്. രാവിലെ ഈ ചാലക്കുടി പുഴ കടന്ന് ആന വന്നതിന് ശേഷം ഈ തോടിൽ ആന നിലയുറപ്പിച്ചതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു കൈത്തോടാണ്. ആ കൈത്തോട് ഒഴുകി വരുന്ന ഭാഗത്ത് ആന ഏറെ നേരം അവിടെ നിലയുറപ്പിക്കുകയും അവിടെ ഈ ചെളി വാരി എറിഞ്ഞ് തലയിലേക്ക് വാരി എറിഞ്ഞ് ആന നിൽപ്പുണ്ടായിരുന്നു. ആ മുറിവിൽ അതേസമയത്ത് ഈ ചെളി നിറഞ്ഞു കഴിയുമ്പോൾ ആന തുമ്പിക്കൈ കൊണ്ട് ആ മുറിവിൽ ചുഴറ്റി ആ ചെളി പുറത്തേക്ക് എടുത്ത് കളയുന്നതെല്ലാം തന്നെ കാണാം. ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ ദയനീയം എന്ന് പറയാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ആനയുടെ ശരീരമടക്കം വലിയ രീതിയിൽ ശോഷിച്ചു പോയിരിക്കുന്ന ഒരു നിലയാണുള്ളത്. എന്തായാലും അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം നിലവിൽ ഈ മലയാറ്റൂരിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് അഭയാരണ്യത്തിൽ എത്തുന്ന സംഘം ഈ ആനയ്ക്കുള്ള കൂട്, അതായത് അതൊരു 3 വർഷം മുമ്പ് നിർമ്മിച്ച കൂടാണ്, അഭയാരണ്യത്തിലെ കൂട്. ആ കൂട് സുരക്ഷിതമാണ്, ആ കൂടിന് ഉറപ്പുണ്ടോ എന്ന പരിശോധന അല്പസമയത്തിനകം നടത്തും. ആ കൂടിന് ഉറപ്പുണ്ടെങ്കിൽ ആനയെ ദ്രുതഗതിയിൽ പിടിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കും. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ആ കൂടിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ മൂന്നാറിൽ നിന്ന് പ്രത്യേക യൂക്കാലി മരങ്ങൾ എത്തിച്ച് 2 ദിവസത്തിനകം തന്നെ ഈ കൂട് പൂർത്തിയാക്കിയതിനു ശേഷം നമ്മളിപ്പോൾ കാണുന്ന ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഈ അഭയാരണ്യത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു നടപടിയാണ് നടത്തുന്നത്. പക്ഷേ എസ്കെൻ, ഈ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുള്ളത് തന്നെയാണ് പ്രധാന വെല്ലുവിളി. ഈ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ, അതായത് ആഴ്ചകൾക്ക് മുമ്പാണ് ഈ ആനയ്ക്ക് മയക്കുവെടി വെച്ചത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു മയക്കുവെടി വെച്ചാൽ അത് താങ്ങാനുള്ള ആരോഗ്യസ്ഥിതി ആനയ്ക്കുണ്ടോ എന്ന് സംബന്ധിച്ച് ആശങ്കയുണ്ട്. പക്ഷേ എന്നാൽ പോലും ആനയുടെ മസ്തകത്തിലെ ഈ മുറിവിൽ നിന്ന് പുഴു അടക്കം അരിച്ചിറങ്ങുന്ന സാഹചര്യത്തിൽ അടിയന്തര ചികിത്സ നൽകുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നോ നാളെയോ ആയി കുങ്കിയാനകളെ അടക്കം വയനാട്ടിൽ നിന്ന് എത്തിക്കും. എന്തായാലും ഇന്ന് ചാലക്കുടി പുഴ കടന്നെത്തി ഈ കാലടി പ്ലാന്റേഷന്റെ ബ്ലോക്ക് ബിയിലെത്തി കുറേ നേരം ഈ ആന കൈത്തോട്ടിൽ നിന്ന് ഈ വെള്ളം തലയിലൊക്കെ കോരി ഒഴിച്ച്, ചെളിയും വെള്ളവും എല്ലാം കോരി ഒഴിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ആന ഇപ്പോൾ വനത്തിലേക്ക് വലിഞ്ഞിട്ടുണ്ട്. സ്കെയിൻ, ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ ക്യാമറയിലേക്ക് വന്നു കയറിയ ഈ കാട്ടാനയുടെ എക്സ്ക്ലൂസീവ് ദൃശ്യമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടത്. താങ്ക്സ് ടു സൂരജ് സജി ആൻഡ് ടീം.